ഇപ്പോൾ SNDP യോഗം വടക്കൻ പറവൂർ യൂണിറ്റിന്റെ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷത്തിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സംസാരിക്കുകയാണ്. തത്സമയത്തിലേക്ക്. പക്ഷേ എനിക്ക് വളച്ചൊടിച്ച് പറയാൻ അറിയാൻ പാടില്ല. ഞാൻ ഉള്ളത് നേരെ എന്ന് പറയുന്നു. ആ നേരെ എന്ന് പറയുമ്പോൾ അത് ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ അവർക്കറിയണം. ഈ ശരി പറയുന്ന ആളുകളെ പലപ്പോഴും കല്ലെറിയാറുണ്ട്. കാലം കഴിയുമ്പോൾ ആ ശരി അംഗീകരിച്ച ഒരവസ്ഥാവിശേഷം നാം കാണാറുണ്ട്. ഇത്രയും ഞാൻ പറയാൻ കാരണം പലതുകൊണ്ട് വേണം. നിങ്ങൾ കണ്ടു, ഇവിടുത്തെ ആദ്യതയോടെ കണ്ടത് പ്രാർത്ഥന. ആ പ്രാർത്ഥനയിലാണ് ഞങ്ങൾക്ക് ശുഭം ചേർത്തിന് ഞങ്ങളുടെ യോഗം എന്നാണ് ആ കുട്ടികൾ പാടിയത്. ഗുരുദേവൻ കുമാരനാശാൻ എഴുതിയാണ് പ്രാർത്ഥന. അല്ല, ഞങ്ങൾക്ക് ശുഭം ചേർത്തിന് ഞങ്ങളുടെ യോഗമല്ല, SNDP യോഗത്തിലൂടെ മാത്രമേ ഈഴവ സമുദായത്തിന് ശുഭമുണ്ടാകുകയുള്ളൂ എന്ന് എഴുതി പ്രാർത്ഥനാ ജീവിതം ചോദിച്ചാൽ അത് എന്തായാലും ചെയ്യും. പക്ഷെ അത് പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. ഈഴവനെന്ന് പറഞ്ഞ ജാതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം ഒറ്റപ്പെടുത്താനാണ് പറയുന്നത്. ശ്രമിക്കുമ്പോൾ ഈ രാജ്യത്ത് ജാതി പറഞ്ഞ് സംഘടിച്ചവനും മതം പറഞ്ഞ് സംഘടിച്ചവനും ഒന്നുകൂടി ഈ രാജ്യത്ത് മതം പറഞ്ഞ് സംഘടിച്ചവനവിടെ എത്തി, മതേതരത്വം പറയുന്ന നമ്മളവിടെ എത്തി. ഞാൻ ആലോചിച്ച് നോക്കൂ, മതം പറഞ്ഞ മതേതരം ഇത്ര കള്ളനാണയമാണ്. ഇവിടെ മതമുണ്ട്, ആ മതത്തിന് അനുസൃതമായ നിയമങ്ങളും ചട്ടങ്ങളും ഇടുന്നുണ്ട്, സംവരണമുണ്ട്. ഇവിടെ മതം പറഞ്ഞ് മതമാണെന്ന് പറഞ്ഞ ചർച്ചയില്ല. ഞാൻ പറഞ്ഞതിനെങ്കിൽ എന്റെ പേടനെ എടുക്കാൻ എത്രയോ പേര് ചർച്ചയായി വന്നതാണ്. വൈകുന്നേരത്തെ ചർച്ചത്തോടാണ് എത്രയോ പേര് ചർച്ച ചെയ്തതാണ്. ഒരു ചർച്ചയും വന്നില്ല. എന്തിന് ഏറെ പറയുന്നത് ഗണപതി ഭഗവാൻ. ഹിന്ദുക്കൾ ഇവിടെ ഇറങ്ങിയാലും വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ചും പൂജിച്ചു ഇറങ്ങുന്ന ആ വിഘ്നേശ്വരൻ മിത്താണെന്ന് സംശയം പറഞ്ഞിട്ടൊരു ചർച്ച ഇവിടെ ഇല്ല, ഒരു ഉണ്ടാട്ടം ഇവിടെ ആരുമില്ല. ഇതാണ് മതേതരത്വം. ഇവിടെ വേണ്ട. മറ്റൊരു പെന്തിക്കോസ്തുകാരൻ പറഞ്ഞ എന്താണ് അയ്യപ്പനെ പറ്റി? അയ്യപ്പന്റെ പുറകിലാണ് പാളികപ്പുറയിരിക്കുന്നത്. മുമ്പിൽ ഇരുന്നെങ്കിൽ അയ്യപ്പൻ വിലാസം ചെയ്തേനെയാണ്. ആരെ? എന്തൊരു കഷ്ടമാണ് ഇത് പറഞ്ഞിട്ട്. ഇവിടുത്തെ യാതൊരു ഹിന്ദുവിന്റെ നിലയിലും ഒരു വികാരം കയറി ഒരു വിപ്ലവം നടത്തിയിട്ടില്ല. ഇത് സംശയങ്ങൾക്ക് മനസ്സിലാക്കണ്ടേ. ഞാനൊരു ആരുടെ വിരോധിയല്ല. ഞാനൊരു സത്യം പറഞ്ഞതിന്റെ പേരിൽ എന്തുമാത്രം വേട്ടയാടുന്നു. ഞാൻ എന്നെ പിണറായി ചീത്ത പറയണോ? അങ്ങനെ ആരും പ്രതീക്ഷിക്കണ്ട. പിണറായിയെ ചീത്ത പറയാനോ അച്യുതാനന്ദനെ ചീത്ത പറയാനോ ഒന്നും ഞാനാളല്ല. കാരണം പിണറായിയെ ഇഷ്ടപ്പെടുന്ന സമുദായങ്ങൾ ഏറെയുണ്ട്. അതുപോലെ അച്യുതാനന്ദനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഇഴകളുണ്ട്. അവരെ അതിനെ എതിർക്കുന്ന ചുമതല എനിക്ക് അതിന് രാഷ്ട്രീയപരമായി ഓരോരുത്തർ കേൾക്കാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഒരു സമുദായത്തിനെതിരല്ല. ഞാനൊരു സത്യം തുറന്ന് മലപ്പുറത്ത് വെച്ച് പറഞ്ഞേ നിങ്ങളൊന്ന് കേൾക്കണം. ഞാനെന്ത് അനാവശ്യം പറഞ്ഞു? മലപ്പുറത്ത് ഈഴവ സമുദായത്തിന് ഒരു കുടിപ്പള്ളിക്കുടം പോലും എഴുതിട്ടില്ല എന്നതിൻ്റെ സമുദായത്തിന്റെ ദുഃഖമാണ് ഞാനവിടെ പറഞ്ഞത്. ഞാൻ മതവിദ്വേഷമൊന്നും പറഞ്ഞില്ല. പ്രത്യേകിച്ചും ലീഗ് ഞാൻ അല്ലേ പറഞ്ഞത്, മുസ്ലിം ലീഗിനെയല്ല. ലീഗിനെയാണ് പറഞ്ഞതെന്ന് പിണറായി സാഹിബ് പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിട്ട് പോകും. അതിൽപ്പെട്ട ചിലർക്ക് മനസ്സിലാകില്ല, സംസ്കൃതിയിൽപ്പെട്ടത്. അവിടെ തള്ളിപ്പറഞ്ഞത് ഈട് പോരാതെ പോയി, ഊക്ക് പോരാതെ പോയി എന്നാണ് സംശയം ഈയിടെ പ്രസ്താവിച്ചത്. അതിൻ്റെ അർത്ഥം എന്താണ്? പിണറായിക്കിട്ട് പണിയല്ലേ ചെയ്തത്. ഞാൻ എന്ത് കുറേണ്ട്. അതായത് പാർട്ടി അവിടെ ഞാൻ പ്രസംഗിച്ചതിനെ പറ്റി കാണിച്ചുള്ള പ്രതിഷേധവും ഊക്കും പോരാതെ പോയി എന്ന് പറഞ്ഞാൽ അത് കൊള്ളുന്നത് പിണറായിക്കിട്ടാണ്. ഈ പിണറായിക്കിട്ട് കൊള്ളാൻ സംസ്കൃതി അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കിനും ഓരോ കാലഘട്ടം നിങ്ങൾ എടുത്തു നോക്കൂ.
ഗണപതിയെ പറ്റി പറഞ്ഞിട്ട് നമ്മൾ ആരെങ്കിലും ഇല്ലയോ? പിണറായിയെ ഇൻഡയറക്റ്റായിട്ടല്ല കുത്തിയത്. അദ്ദേഹത്തിന് 2ാം യുഗത്തിന് സീറ്റ് കിട്ടിയില്ല എങ്കിൽ നമ്മളല്ല ഉത്തരവാദിത്വം. അതെല്ലാം പാർട്ടി തലത്തിൽ ചർച്ച ചെയ്യണം. നിങ്ങളൊന്ന് ആലോചിക്കൂ, കേരളം ഉണ്ടായിട്ട് തുടർ ഭരണം 2 പ്രാവശ്യം ഒരു പാർട്ടിയുടെ ഭരിച്ചിട്ടില്ല. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ LDF മാത്രമാണ്. കോൺഗ്രസ് ഭരിച്ചിട്ടില്ല. അപ്പോൾ ഒന്ന് കോൺഗ്രസ് ഭരിച്ചെങ്കിൽ അടുത്ത പ്രാവശ്യം LDF ഭരിച്ചെങ്കിൽ കോൺഗ്രസ്. എന്നാൽ ഇവിടെ തുടർ ഭരണം 2 പ്രാവശ്യം 10 കൊല്ലം ഇടതുപക്ഷം ഭരിച്ചു എങ്കിൽ ആരുടെ ഗുണം കൊണ്ടാണ്?